യാക്കോബിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹാകരുണ വെളിപ്പെട്ടതായി കാണാൻ കഴിയും. മാനുഷ്യമായി മനുഷ്യരുടെ ചിന്തയിൽ കൂടെ കടന്നു പോകുമ്പോൾ യാക്കോബിന് ഒരു ദയയും കിട്ടാൻ സാധ്യതയില്ല. മനുഷ്യരുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ യാക്കോബ് ഒരു വലിയ തെറ്റുകാരനായി കാണാൻ കഴിയും. എന്നാൽ ദൈവം മനുഷ്യരുടെ കണ്ണിൽ കൂടെയല്ല യാക്കോബിനെ കണ്ടത്. ദൈവം യാക്കോബിനെ കണ്ടത് ദൈവത്തിൻ്റെ കരുണയുടെ കണ്ണുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കരുണയിൽ കൂടെ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം കരുതുന്നതായി താങ്ങുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് യാക്കോബിനെക്കുറിച്ച് ദൈവം പറയുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. അങ്ങനെ പേർ വിളിക്കപ്പെടുക എന്നത് യാക്കോബിൻ്റെ കഴിവുകൊണ്ടോ അവൻ്റെ നടപ്പ് കൊണ്ടോ അവൻ്റെ നല്ല പ്രവൃത്തി കൊണ്ടോ അല്ല, ദൈവം ആ കരുണയുടെ പാത്രം ആക്കി അവനെ മാറ്റിയത് കൊണ്ടാണ്, ദൈവത്തിന് കരുണ തോന്നിയത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ കരുണ ദൈവം അവനോട് കാണിച്ചപ്പോൾ കർത്താവ് അവനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്നാണ്. ദൈവത്തിൻ്റെ താങ്ങൽ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ താങ്ങൽ ഒരു മനുഷ്യൻ്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവനെപ്പോഴും അവന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവൻ്റെ കണ്ണ്, യഹോവയായ ദൈവത്തിൻ്റെ കണ്ണ് അവൻ്റെ ദാസൻ്റെ മേലായിരിക്കും. താങ്ങുന്ന ദൈവം ആ താങ്ങലിന് വേണ്ടിയിട്ട് തകർച്ചകളിൽ കൂടെ കടന്നു പോകുന്നു എന്ന് കാണുമ്പോൾ, ഞെരുക്കങ്ങളിൽ കൂടെ കടന്നു പോകുന്നു എന്ന് കാണുമ്പോൾ, വേദനയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് കാണുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ താങ്ങൽ കൂടെ ഇരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ താങ്ങൽ എന്ന് പറയുമ്പോൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ബലത്തെ പകരുന്ന ദൈവത്തിൻ്റെ കരുതൽ, താങ്ങൽ നമുക്കിവിടെ കാണാൻ കഴിയും. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ ബലത്തെ പകരുന്ന ദൈവം.